ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നടത്തപ്പെടുന്ന ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവരെയും തൻ്റെ സ്നേഹത്തിൽ അവൻ ചേർത്ത് നിർത്തി കരുണയും വാത്സല്യവും അവരുടെ മേൽ ചൊരിഞ്ഞു. അതേ അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് ഈശോ നമുക്കിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ പ്രത്യേകമായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 138:3 പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ആത്മാവിനെ അവൻ ശക്തിപ്പെടുത്തി, അവൻ ശക്തി പകർന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തി പകർന്ന് നമുക്ക് ഉത്തരമരുളി നമ്മോടൊത്തായിരുന്ന് നമ്മെ അനുഗ്രഹിക്കുക. അപ്പോൾ വചനം കേൾക്കുമ്പോൾ, വചനത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു അനുഗ്രഹമാണ്. ഈ ആഴ്ചയെല്ലാം നമ്മൾ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ഈ സ്നേഹവും വാത്സല്യവും കരുണയും അനുഭവിക്കുവാനുമായി ഈശോ തന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എപ്പോഴും നമുക്ക് ഓർക്കാം, അവൻ നമ്മോട് കരുണ കാണിക്കുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു, തൻ്റെ സ്നേഹത്തിൽ അവൻ നമ്മെ ചേർത്ത് നിർത്തുന്നു. ആ ഒരു ബോധ്യത്തോടെ തുടർന്നുള്ള നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ധ്യാന ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിക്കാം, വീണ്ടും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഈശോ തന്ന ഈ സൗഖ്യത്തിന് ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് കേട്ടുകൊണ്ടിരുന്ന ഒരു 3-4 പേര് എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ആ സഹോദരി സാക്ഷ്യം പറയുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വേർപാടിൻ്റെ ദുഃഖം വിട്ടുപോയി. അപ്പൻ മരിച്ചതിൻ്റെ ദുഃഖം, അമ്മ മരിച്ചതിൻ്റെ ദുഃഖം, മക്കൾ മരിച്ചതിൻ്റെ ദുഃഖം ഒക്കെ വിട്ടുപോയി. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാം. അങ്ങനെ അവർ ഇടയ്ക്ക് വരും, സാക്ഷ്യം വരുമ്പോഴൊക്കെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇതുപോലെ സൗഖ്യം നടക്കും. പിന്നീട് അവർ കോട്ടയിൽ മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലത്തും സാക്ഷ്യം പറയാറുണ്ടായിരുന്നു. ഇന്ത്യക്ക് വെളിയിലും പോയി സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഞാനങ്ങനെ ബൈബിളൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന സംഭവമാണ് എൻ്റെ 2 കുട്ടികളുടെ മരണം. ഈശോ എനിക്ക് സൗഖ്യം തന്നു എന്ന് മാത്രമല്ല, ആ സംഭവം ഒരു സുവിശേഷ വേലയാക്കി കർത്താവ് എനിക്കിപ്പോൾ തന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സംഭവം സാക്ഷ്യം പറഞ്ഞാണ്, അത് പറയുന്നിടത്തെല്ലാം
കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ദുഃഖം വിട്ടുപോകുന്നു, വേർപാടിൽ ദുഃഖത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്നു. അപ്പോൾ എനിക്ക് സൗഖ്യം തരിക മാത്രമല്ല, അതൊരു സുവിശേഷ വേലയായി എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സെൻറ് ആൽബർട്ട്സ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നത്തെ 3 കൊല്ലത്തെ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. പച്ചാളത്തുള്ള വിൻസെൻഷൻ ആശ്രമത്തിൽ നിന്ന് ഞാൻ സൈക്കിളിൽ പോയി വൈകുന്നേരം വരും, ഉച്ചയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ BSc ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സാകാൻ, ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകാൻ ഇടവന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിക്കുരിശിൽ അവിടുന്ന് ചിന്തിയ ഒരു ദർശന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 25,000 തുള്ളി രക്തം ചിന്തിയതാണ്. ആ രക്തത്തുള്ളികൾ കൊണ്ട്, 25,000 തുള്ളി രക്തം കൊണ്ട് ഇന്ന് തിന്മയ്ക്ക് അടിമപ്പെടുന്ന ലക്ഷോപലക്ഷം പേരെ കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നമ്മൾ അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി. ഹല്ലേലൂയ. എൻ്റെ പേര് മരിയ. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്ന. ഞാൻ ധ്യാനം ഒട്ടും ഇഷ്ടമല്ലാണ്ട് കൂടാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലല്ല ഞാൻ ധ്യാനം കൂടിയത്. നല്ല സന്തോഷമായി, മനസ്സിന് നല്ല സമാധാനമായി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ഇവിടെ വന്ന് ധ്യാനം കൂടാൻ നല്ലതായിരിക്കും. അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടാൻ പ്രയോജനമായുള്ള ധ്യാനമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തിരുന്ന ഒന്നാമത്തെ കാര്യം, അതായത് നീ ചെയ്യുന്ന പാപം ചെറുതാകട്ടെ വലുതാകട്ടെ ഏതായാലും പാപത്തിന് 3 പ്രവണതകളുണ്ട്. ഈ പാപത്തിൻ്റെ 3 പ്രവണതകളെയാണ് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രവണത? ശ്രദ്ധിച്ചു. ഞാൻ ഒരു നുണ പറഞ്ഞാൽ ആ നുണ എന്നെ കൊണ്ട് അടുത്തത് പറയിക്കും, വീണ്ടും അടുത്തത് പറയിക്കും. ഞാൻ കൂട്ടുകാരുടെ നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കാം ഞാൻ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം, മദ്യപാനാകാം, പുകവലി ആകാം, ഹാൻസ് ആകാം, പാൻപരാകാം, കഞ്ചാവാകാം, ഇന്ന് ആധുനിക രീതിയിലുള്ള ഏതായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതുകൊണ്ട് തീരിയല്ല, എന്നെ കൊണ്ട് അടുത്തത് അത് ഉപയോഗിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് പാപമായാലും. അപ്പോൾ പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രവണത ആവർത്തിക്കുന്ന പ്രവണതയാണ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും എന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം ഇതാണ്. മകനെ, മകളെ, നീ ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു പാപം ചെയ്താൽ അവിടെ 2 കാര്യമാണ്. ഒന്ന്, നീ പിശാചിന് അവസരം കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയണം. എഫേസ്യ ലേഖനം 4:27 സാത്താന് അവസരം കൊടുക്കരുത്. എൻ്റെ പേര് സജ്ജി. ഞാൻ കുഴിക്കാട്ടുകോണം വിമലമാത ഇടവകന്നാണ് വരുന്നത്.
ഞാനിവിടെ ഒരാഴ്ചത്തെ ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ധ്യാനം കൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു മനസ്സിന്. ഇപ്പോൾ 5 ദിവസത്തെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ ഒരുപാട് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളും പുതിയതായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. അതനുസരിച്ച് ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപയും ലഭിച്ചു. നല്ലൊരു കുമ്പസാരം, കൗൺസിലിങ്, അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മൾ ഈ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നാട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് പിന്നെ അത്യാവശ്യം പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ നിഗമനം. അപ്പൊ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്തോ വലിയ പ്രശ്നങ്ങൾ പ്രകടമായ രീതിയിൽ ഉണ്ടാക്കുന്നവർക്കേ കുഴപ്പങ്ങൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരുടെ മേലാണ് മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപം വെള്ളം അടിച്ച് കിടക്കുന്ന ചേട്ടന്മാർ അവരുടെ കഷ്ടകാലം എല്ലാവരും അവരുടെ നെഞ്ചത്ത് കയറും അല്ലേ? ചില ചേട്ടന്മാർ പറയും, ആദ്യമായിട്ടാണോ അച്ഛൻ ഞങ്ങളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും പുറമെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പിള്ളേരാരെങ്കിലും അവൻ കഞ്ചാവ് അടിച്ച് കിടക്കുക, മയക്കുമരുന്ന് അടിച്ച് കിടക്കുക, അവൻ്റെ പ്രശ്നക്കാരനായി. അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുപടിയും കേസുമായിട്ട് അടുത്ത് നടക്കുക, പിന്നെ പ്രശ്നമായി. അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു മോഷണ ശ്രമത്തിൽ പിടിക്കപ്പെട്ടു, പ്രശ്നമായി. ഇതെല്ലാം പ്രകടമായിട്ടുള്ള കാര്യമാണ്. പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ന്യായമുണ്ട്, പിന്നെ മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടേതായ കുറച്ച് കുറവുകളൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഒരു ആശ്വാസ വചനമൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ജീവിച്ചങ്ങോട്ട് പോകാൻ, ഉള്ള കഞ്ഞിയും കുടിച്ച് ജീവിച്ച് പോകാനാണ് നമ്മുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ കുറവുകൾ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ? എൻ്റെ മുഖത്തൊരു കറുത്ത പാടിരിപ്പുണ്ടെന്ന് വിചാരിക്കൂ, അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി അവിടെ ഇല്ല എന്ന് അർത്ഥമുണ്ടോ? ഞാൻ കണ്ടാലും കണ്ടില്ല അത് അവിടെ ഇരിപ്പുണ്ട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കുറവുകളും നമ്മൾ മനസ്സിലാക്കിയില്ലേ എന്നുള്ളതല്ല, അത് അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാ സത്യം. അങ്ങനെയെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എൻ്റെ പേര് സാറ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഡിപ്രഷൻ പോലെയായിരുന്നു. ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിക്കാനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥ. ആകെ ഒരുമാതിരി ഡിപ്രഷൻ പിടിച്ച പോലെയായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ മനസ്സൊന്നും സമാധാനമായിട്ട് എന്തെങ്കിലും എനിക്ക് ഒരു വ്യത്യാസം വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലത്തെ ആന്തരിക സൗഖ്യദാനം കഴിഞ്ഞതോടെ എനിക്ക് എന്തെന്നറിയില്ല, മനസ്സിന് ഭയങ്കര സമാധാനം, സ്വസ്ഥത. ഇനിയും തുടർന്ന് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഈശോ തന്ന ജീവിതമാണ്, അങ്ങനൊരു പ്രതീക്ഷ എനിക്ക് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. യേശുവേ നന്ദി, യേശുവേ മഹത്വം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 26, തിരുവചനങ്ങൾ 26 മുതൽ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
എൻ്റെ പേര് മിനി വർഗീസ്, 52 വയസ്സായി. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് തേക്കുതോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 10-12 വർഷമായിട്ട് നല്ല ബ്ലീഡിങ്ങിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ വരാനിരുന്നപ്പോൾ ഇതേ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ യാത്ര ചെയ്ത് അപ്പോൾ സേഫ് പീരീഡാണെന്ന് വിചാരിച്ച് പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ടായി. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ദൈവമേ എന്നെ റൂമിൽ കിടത്തല്ലേ. കാരണം കഴിഞ്ഞ മാസം ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങാണ് വന്നത്. പ്രായമുള്ളവർ ബെഡേ കിടക്കുന്നവർ യൂസ് ചെയ്യുന്ന പാമ്പേഴ്സ് ഇട്ടുണ്ടാണ് ഞാൻ കഴിഞ്ഞ മാസം 6-7 ദിവസം കഴിച്ചു കൂട്ടിയത്. പക്ഷേ ഇവിടെ വന്ന് എനിക്ക് അത് ഒത്തിരി കുറവായി, ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ ദൈവം എന്നെ ഇത്രയും ദിവസം ഈ വചനം കേൾക്കാനും ശാരീരികമായ സുഖം തന്നു. ഇന്നലെ ഞാൻ ഒത്തിരി ടയേർഡായിരുന്നു, പക്ഷേ ഇന്ന് ഒത്തിരി എനർജിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ലഭിച്ചു. പിന്നെ വീട്ടിലെ ചില കാര്യങ്ങളുണ്ട്, അതിനൊക്കെ പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് അതിനൊക്കെ വിടുതൽ തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒത്തിരി സുഖം ഈ ഡിവൈനി വന്ന് എനിക്ക് ലഭിച്ചു. ഒരു കുടുംബ ജീവിതം വിജയിക്കണമെങ്കിൽ അത് സമ്പത്ത് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ബുദ്ധിതന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം വിജയിക്കില്ല. ഈ ലോകത്തിൻ്റെ എന്തെല്ലാം നേടിവെച്ചാലും കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ദൈവകൃപ ലഭിക്കും. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട രീതി മുമ്പോട്ട് പോകുള്ളൂ. സ്വരം കേട്ടു ഇതാണോ നിന്റെ അമ്മ, പ്രാണപീഡയർ പിടയുന്ന നാദനന്ദ അന്ത്യ സമ്മാനമായിരിക്കു നൽകി. അമ്മേ 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 അമ്മേ. എൻ്റെ പേര് സിസ്റ്റർ കൃപാമരിയ. ഞാൻ പ്രേക്ഷിതാരൻ സിസ്റ്ററാണ്. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അവധിക്ക് വന്നിട്ട് ധ്യാനം കൂടാൻ വന്നതാണ്. ഈ ധ്യാനം കൂടിയിട്ട് എനിക്ക് ഒത്തിരി നല്ല ദൈവാനുഭവം ഉണ്ടായി. പ്രത്യേകിച്ച് ഇന്നലത്തെ ആരാധനയിലൂടെ സ്പിരിച്വലായിട്ട് ഒത്തിരി വളരാനും പിന്നെ വചനത്തിലൂടെ യേശുവിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അതിനെല്ലാം ഒത്തിരി നന്ദി. രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രം ആണ് എന്നുള്ള വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് നമുക്ക് ദൈവം ഒരു അനുഭവമാകുന്നില്ല? എന്തുകൊണ്ട് ആ തിരുസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വർഷങ്ങളായി നമ്മൾ ധ്യാനം കൂടിയിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥനാ തലത്തിലേക്ക് നമ്മൾ വളരാത്തത് എന്തുകൊണ്ടാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോംസൺ. കുരിയച്ചെന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ വരുമ്പോൾ വളരെ നിരാശയായിരുന്നു. ഇപ്പം എനിക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശയായിട്ട് ഇവിടുത്തെ വചനങ്ങളും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് വളരെയധികം മാറ്റം തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ജീവിക്കാനുള്ളൊരു ഉന്മേഷം തന്നെ ഇവിടെ വന്നപ്പോൾ കിട്ടി. ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വളരെ ഭംഗിയായിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഭക്ഷണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഭയങ്കര കാര്യങ്ങളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. റോമ 8:32 നമ്മളിങ്ങനെ വായിക്കും, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് രാജു. ഞാൻ പെരുമ്പാവൂർ ഐമുറി ഇടവകയിൽ നിന്നും വരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച ധ്യാനം സംബന്ധിക്കാൻ വന്നതാണ്.
ധ്യാനം കൂടാൻ വന്നത് എനിക്ക് കുറച്ച് ക്യാൻസർ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി സങ്കടങ്ങളും ആകുലതയും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ധ്യാനത്തിൽ എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞായറും തിങ്കളും ചൊവ്വയൊക്കെ അങ്ങനെ പോയി, അത്ര ഇതായില്ല. പക്ഷേ പനക്കൽ അച്ഛൻ്റെയും ഇവിടുത്തെ മറ്റ് ബ്രദേഴ്സിൻ്റെയും നാക്കേമ്പറമ്പിൽ അച്ഛൻ്റെയൊക്കെ ടോക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ആകുലതകളും വിഷമങ്ങളൊക്കെ കുറേ അതൊക്കെ പോയി, സങ്കടങ്ങളും കുറേ അധികം മാറി കിട്ടി. എല്ലാ സൗകര്യവും ദൈവം തന്നിട്ടുണ്ട്. മുന്നിലെ നച്ച്, ഇപ്പുറത്ത് സ്വന്തമായിട്ടൊരു തീവണ്ടി സ്റ്റേഷൻ, പേര് തന്നെ ഡിവൈൻ നഗർ എന്നാണ്. അവിടെ എത്തിപ്പെടാനായിട്ട് ഒരു പ്രശ്നമില്ല. 5 നയാ പൈസ ചെലവില്ല. അങ്ങനെയുള്ള ലോകത്തിലെ ഏക ധ്യാനമന്ദിരം ഡിവൈനാണെന്ന് കൂടി അറിഞ്ഞിട്ടൊരു കയ്യടി ഈശോയ്ക്ക് ഇഷ്ടാവില്ലേ? എൻ്റെ പേര് ജിജി, ഞാൻ ആമ്പല്ലൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ ധ്യാനം കൂടിയിട്ട് ഒത്തിരി നല്ലൊരു മനസ്സിന് ഹാപ്പിനെസ്സും സന്തോഷവും നല്ലൊരു എന്താ പറയുക നല്ലൊരു നമ്മുടെ മനസ്സിൽ പറയാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് നമുക്ക് അനുഭവിച്ചു. പിന്നെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിന് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി. പിന്നെ സ്മെല്ല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് പോകാൻ തന്നെ തോന്നുന്നു. അത്രയൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഈ ഒരു അവസരം തന്ന ഈശോയ്ക്ക് ഒത്തിരി ആയിരം നന്ദി. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞു, വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ദർശിക്കും. അതെ, ആരെല്ലാം വിശ്വസിക്കുന്നോ അവരെല്ലാം ദൈവമഹത്വം ദർശിക്കുന്ന സമയമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് അരുളി ചെയ്തതാണ്, എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം. എൻ്റെ രോഗം എന്നെ വലയം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് എന്നെ അവിടുന്ന് നയിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. ആരാധന ആരാധന ദൈവമേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ദൈവമേ ആരാധന. ഇഷ്ടമുള്ള സ്വരങ്ങളിൽ ഇഷ്ടമുള്ള ഭാഷകളിൽ സ്തുതിക്കാം. ഭാഷാപരത്തെ സ്തുതിക്കാം. അവനെ സ്തുതിക്കുമ്പോൾ അവന്റെ മഹത്വത്തിൽ ഞാൻ പങ്കുചേരാകുന്നു. ദൈവമഹത്വത്താൽ നിറയട്ടെ. ദൈവിക ശക്തി എന്നിൽ നിറയട്ടെ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ്. ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. ഇന്ന് കർത്താവ് ആ വചനം നമ്മളോട് പറയുകയാണ്, ഇനിമേൽ നീ കരയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കാരണങ്ങൾ നമ്മളെ കരയിപ്പിക്കാനിടയായിത്തീർന്നു. അത് ചിലപ്പോൾ ശാരീരികമായ രോഗമാകാം, കുടുംബത്തിൻ്റെ പ്രശ്നമാകാം, മറ്റ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം. നീ ഇന്ന് വരെ കരയാൻ ഇടയായിത്തീർന്ന കാരണം ഏതാണോ അതെല്ലാം കർത്താവ് നിന്നിൽ നിന്നും പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിന്നെ കരയാത്ത ഒരവസ്ഥയിൽ, സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ കർത്താവ് പറഞ്ഞയക്കുകയാണ്. ഈ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലകളിലെ ജീവിതത്തിൽ ഏതെല്ലാം
പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ രോഗങ്ങൾ, കുടുംബത്തിൻ്റെതായ വ്യത്യസ്തമായ രീതിയിലുള്ള നൊമ്പരങ്ങൾ, അത് മുഴുവൻ ഈശോ ഏറ്റെടുത്തിട്ട് നല്ലൊരു ഉറപ്പോടുകൂടിയാണ് നമ്മെ കർത്താവ് പറഞ്ഞയക്കുന്നത്. ഇനി നീ കരയുകയില്ല. അപ്പം നമ്മുടെ ജീവിതം എന്നും സന്തോഷപ്രദമായ ഒരു ജീവിതമായി മാറണം. വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കരയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് വചനം കേട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് തരുന്ന ഒരു ഉറപ്പാണ് ഈ വചനത്തിലൂടെ. അങ്ങനെ കർത്താവ് നൽകുന്ന ഈ ഉറപ്പിൽ ജീവിച്ച് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രേരണ നമ്മൾ മറ്റനേകരെ നമ്മളിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് നമുക്ക് കർത്താവ് നൽകിയ ഈ സന്തോഷത്തിൽ അവിടെ നൽകിയ ഉറപ്പിൽ എന്നും വളരാനായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈശോയുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ.